താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം കോടതിയെ കൂടി ബോധ്യപ്പെടുത്തി സ്ഥിരപ്പെടുത്തുമെന്ന് പി.കെ. ഫിറോസ് എം.എൽ.എ. ആരന്വേഷിച്ചാലും ജലവും വായുവും മലിനീകരിക്കുന്ന കമ്പനിയാണെന്ന് മനസ്സിലാകും. ഫ്രഷ് കട്ട് ഫാക്ടറി ഉടമകളിൽ നിന്ന് കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി പണം വാങ്ങി ഒത്താശ ചെയ്തതായും പി.കെ. ഫിറോസ് ആരോപിച്ചു. ഏത് അന്വേഷണ ഏജൻസിക്കും അത് പരിശോധിക്കുമ്പോൾ പുഴയും അതുപോലെ തന്നെ വായുവും മലിനീകരിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന കമ്പനി എന്ന് ബോധ്യമാകും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ ശരിവെക്കും എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞങ്ങളുള്ളത്. കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ഫ്രഷ് കട്ട് ഉടമകളിൽ നിന്നും പണം വാങ്ങിയിട്ടാണോ ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കി വെച്ചത് എന്ന് ന്യായമായും സംശയിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഞങ്ങൾ പൂട്ടെന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ പൂട്ടാനുള്ള തീരുമാനം എടുത്തു. ഇനി അത് കോടതിയെ ബോധ്യപ്പെടുത്തും. ഞങ്ങളുടെ അടുത്ത ഘട്ടം. വിവരങ്ങളുമായി ആകാശ് ചേരുന്നു. ആകാശ്, ഗുരുതര ആരോപണങ്ങളാണ് പി.കെ. ഫിറോസ് ഉന്നയിക്കുന്നത്. അത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് പി.കെ. ഫിറോസ് ഉറച്ചു പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കൊടുവള്ളി എം.എൽ.എ. ആയ പി.കെ. ഫിറോസ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള ആൾ ഈ ഫ്രഷ് കട്ട് ഉടമയിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ എം.എൽ.എ. മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം, ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ നിരവധി പരാതികൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എം.എൽ.എ. ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇവിടെ ഈ ഫാക്ടറി അടച്ചുപൂട്ടുന്നതിനുള്ള ഉത്തരവ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി അതിനെ സ്റ്റേ ചെയ്യുന്നൊരു നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി തന്നെ എം.എൽ.എ. തന്നെ പറയുന്നത്, ഇതിൽ കൃത്യമായ അന്വേഷണം ആര് നടത്തിയാലും ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് മലിനീകരണം നടക്കുന്നുണ്ട്. വായുവും ജലവും ഉൾപ്പെടെ ഈ ഫാക്ടറി കാരണം മലിനപ്പെടുന്നുണ്ട്. അത് ആര് വന്ന് പരിശോധിച്ചാലും മനസ്സിലാവും. അത് കോടതിയും അതിനെ ശരിവെക്കും. അതിനാൽ തന്നെ ഈ സ്ഥാപനം ഉടൻ തന്നെ അടച്ചുപൂട്ടുമെന്ന് തന്നെയാണ് ഇപ്പോൾ എം.എൽ.എ. തന്നെ വ്യക്തമായിരിക്കുന്നത്. നാളെ കളക്ടറും കൂടാതെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ എഞ്ചിനീയർമാരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയിൽ തന്നെ അവർ നൽകുന്ന റിപ്പോർട്ട് ഹൈക്കോടതി ശരിവെക്കും. അതിനുശേഷം ഈ പ്ലാന്റ് തന്നെ അടച്ചുപൂട്ടുമെന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ തന്നെ സർക്കാരിന്റെ ആദ്യത്തെ ഒരു തീരുമാനം എന്ന പോലെ സർക്കാർ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് വലിയ വിജയമാണ്. അത് ആദ്യ പടി എന്ന പോലെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ ഇതിലൊരു ഉത്തരവിറക്കുന്നു. അതിൽ പിന്നീട് ഹൈക്കോടതി ഇടപെടുന്നു. എന്നാൽ പോലും ഹൈക്കോടതി ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകും. അതിനനുസരിച്ചായിരിക്കും പിന്നീട് ഈ ഫാക്ടറി സ്ഥിരമായി തന്നെ അടച്ചുപൂട്ടാനുള്ള നടപടി സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ എം.എൽ.എ. തന്നെ വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ട് അത് ഈ ഫാക്ടറി ഉടമകളിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് എന്നുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. അഖില.